കാ ആ എന്താ സുലു കാ ഞാൻ ഇന്ന് രാവിലെ ആശാനം പോയി കണ്ടേ. മോളെ കണ്ടപ്പോക്ക് ഭയങ്കര സങ്കടം. എന്താ സുലു? ആങ്ങളുടെ മോളെ കല്യാണാണ് അടുത്ത ഞായറാഴ്ച. അപ്പൊ ഓളെ അനിയത്തിമാരൊക്കെ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നുണ്ട് ബ്യൂട്ടി പാർലറില്. അപ്പൊ ഓളെ അനിയൻ അസൻക വിടൂലല്ലോ. നമ്മളിനിയിപ്പോ എന്താ ചെയ്യാ? അതിന് പണിയുണ്ട് സുലു. നമ്മൾ രണ്ടാളിപ്പം അങ്ങോട്ട് പോകും. ഹസൻഖാന്റെ മുന്നിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ ഈ പറയണം. അടുത്ത ആഴ്ച ആസിയാന്റെ ആങ്ങളുടെ മോളെ കല്യാണമല്ലേ, എല്ലാവരും ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ട്, ഞാനും നാളെ പോകുന്നുണ്ട്, ആസിയാനൊന്നും നിന്റെ കൂടെ വിടുവന്ന് ഈ അത്ര മാത്രം ചോദിച്ചാൽ മതി, ബാക്കി ഞാൻ ഏറ്റു. ഓക്കെ? ആ വരി, രണ്ടാളും വരി. ആലിക്കുട്ടി ഇവിടെ ഇരിക്കുക, സുലിയാണ് അകത്തേക്ക് പോയിക്കോട്ടോ. അവിടെ പോയിക്കോ. ഇല്ല അസൻക, പിന്നെ ഞായറാഴ്ച കല്യാണല്ലേ, ഞാന് ഫേഷ്യൽ ചെയ്യാൻ പോകുന്നുണ്ട് ബ്യൂട്ടി പാർലറില്. അപ്പൊ ആസിയാനി ഒന്ന് വിടിട്ടോ. അതിന് പറയാൻ വന്ന ഞങ്ങള് അതൊന്നും വേണ്ട സുലു. നാട്ടുകാർ കാണുന്ന ഒരു പരിപാടി കോളേജിൽ കൊണ്ടുപോകണ്ട, അതെനിക്കിഷ്ടല്ല. ഞാൻ എന്നോട് പറഞ്ഞില്ല സുലു, ഓളെ അതിനൊന്നും വിടൂല. അനക്ക് വല്ല ചൂടുണ്ട്, ഇതിനൊക്കെ പൈസ കൊടുക്കണ്ടേ? അത് മാത്രമോ ഇതൊക്കെ മോടി നടക്കണേ? ഓളെ ആര് കാണാനാ? വെറുതെ പൈസ മുടക്കണം. പോന്നാ ആലിക്കുട്ടിയെ, ഈ എന്താ പറഞ്ഞത്? ഞാൻ ഓൾക്ക് വേണ്ടി പൈസ മുടക്കൂലെന്നോ? ഓൾക്ക് വേണ്ടി ഞാൻ പൈസയും മുടക്കും, ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകും ചെയ്യും. അതെ, അനക്കും നാട്ടുകാർക്കും കാണാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് കാണാൻ വേണ്ടിയില്ല. എനിക്കോളം മുഖം നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാ കേട്ടോ. ആസിയ, ആസിയ നാളെ ബ്യൂട്ടി പാർലറിൽ പോകാൻ വേണ്ടി ചോദിക്കുന്നുണ്ടോ? എന്നാ നമുക്ക് മേക്കപ്പ് മിറാജിൽ പോകാം. അതെവിടെയാ? അത് മാനന്തവാടി 4-ാം മൈലില്. അതെങ്ങനെ എനിക്കറിയാം? കല്യാണത്തിന്റെ മുമ്പൊക്കെ പോയി ഞാന്. ഇയാള് ഭയങ്കര ആണല്ലോ. ആലിക്കുട്ടിയെ, ഈ എന്താ പറഞ്ഞത്? ഞാൻ ഓൾക്ക് വേണ്ടി പൈസ മുടക്കൂലെന്നോ? ഓൾക്ക് വേണ്ടി ഞാൻ പൈസയും മുടക്കും, ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകും ചെയ്യും. അതെ, അനക്കും നാട്ടുകാർക്കും കാണാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് കാണാൻ വേണ്ടിയില്ല. എനിക്കോളം മുഖം നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാ കേട്ടോ. ആസിയ, പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയട്ടോ. മാനന്തവാടി 4-ാം മൈലിലാണ് ഈ സ്ഥാപനം ഉള്ളത്. വയനാട് മാനന്തവാടി കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ട് നോക്കി നിങ്ങൾ, എന്തോരം സ്പേസ് ആണ്. ബ്യൂട്ടീഷ്യൻ സംബന്ധമായ സകല മെഷീനറികളും സകല സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. സെറ്റാണ്. ഫംഗ്ഷൻ ഏതോ ആയിക്കോട്ടെ, എത്ര വലുതോ ആയിക്കോട്ടെ, മാരേജ് ഫംഗ്ഷൻ, ബർത്ത്ഡേ പാർട്ടി, എന്തോ ആയിക്കോട്ടെ, അണിഞ്ഞൊരുങ്ങാൻ, മേക്കപ്പ് ചെയ്യാൻ ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. ഒരു ഫാമിലി ഹെയർ സലൂൺ കൂടിയാട്ടോ ഇത്. ഹെയർ ഡ്രൈ, ഹെയർ കളറിങ്, ഫുൾ സെറ്റാട്ടോ. കുട്ടികളുടെയൊക്കെ മുടി കട്ട് ചെയ്യാനൊക്കെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, മറക്കണ്ട.